ഹലോ, എന്തുണ്ട് വിശേഷം? കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇന്നലെ ക്ലിനിക്കിൽ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് എന്തെങ്കിലും കഴിക്കാനായിട്ട്. പക്ഷെ ഒരുപാട് മെനക്കെടാനും വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബ്രെഡ് ബജി ഉണ്ടാക്കാമെന്ന്. ബ്രെഡും ഉണ്ടായിരുന്നല്ലോ. ബ്രെഡ് ബജിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 സ്പൂൺ കടലമാവും അതിൻ്റെ കൂടെ 2 സ്പൂൺ മൈദാ മാവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഉപ്പാട്ടോ. നമ്മുടെ ആവശ്യമനുസരിച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ആളെ എടുക്കാം. അതാണ് മുളക് പൊടി. നമ്മുടെ എരിവിനനുസരിച്ചും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മുളക് പൊടി കൂടുതലോ കുറവോ ആയിട്ട് ചേർക്കാം. എന്നിട്ട് അതും കൂടി ചേർക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാട്ടോ ഒന്നും കാണിക്കാത്തത്. പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസ് ആവരുത്, എന്നാൽ ഒരുപാട് തിക്കാവരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. ലംസ് ഒന്നും ഉണ്ടാവാതെ പതുക്കെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കലാപരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് കടി മാത്രമല്ല കേട്ടോ, ചായയും കൂടെ വേണമല്ലോ. ഞാൻ ഓൾറെഡി ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ചായയും കൂടെ നോക്കാം. അതാ ചായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല കടുപ്പത്തിലുള്ള ചായ വേണം. അപ്പോൾ നമ്മുടെ ചായയും ഒരു സൈഡ് റെഡി ആവുന്നുണ്ട്. ഇനി നമുക്ക് കഥയിലെ മെയിൻ ആളെ വിളിക്കാം. അതാണ് ബ്രെഡ്. ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡാട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അരിവ് കളഞ്ഞു എടുക്കാം, അരിവ് കളയാതെ എടുക്കാം. ഞാനിവിടെ അരിവൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. വെളിച്ചെണ്ണ മാക്സിമം അവോയ്ഡ് ചെയ്യുക, കാരണം ഇതൊരു ബജ്ജിയാണല്ലോ. പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ. ഇനി നന്നായിട്ട് എണ്ണയും ചൂടാവട്ടെ. ചെറുതായിട്ടൊക്കെ നമുക്കിങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം, ചൂടായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ഓരോ പീസ് എടുത്ത് ബാറ്ററിൽ നന്നായിട്ട് മുക്കിയിട്ട് അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വേണം ചെയ്യാൻ. ഇനി ഓരോ പീസുകളും ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും കേട്ടോ. ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ഒരു സൈഡ് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കങ്ങനെ ഓരോന്നായിട്ട് പതുക്കെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം, പൊടിയാതെ സൂക്ഷിക്കാം. അതിനുശേഷം 2 സൈഡും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കൈ പൊള്ളരുത്, എൻ്റെ പൊള്ളിയായിട്ട് ഇടയ്ക്ക് വെച്ച്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ആളെ എടുക്കാം. നമ്മുടെ ചായ ഓൾറെഡി റെഡിയായി. ഇത് ചൂട് കുറച്ച് മാറിയായിരുന്നു, ഇതിൽ സാരമില്ല. അതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് അരിച്ചൊഴിക്കാം. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് കപ്പിലേക്ക് തന്നെ ഞാനത് ഒഴിച്ചു കേട്ടോ. ഇനി നമുക്ക് സ്നാക്കിംഗ് ടൈമാണ്. നമുക്ക് തുടങ്ങിയാലോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ തന്നെ ഉണ്ടാക്കിയതായിട്ട് ഞാൻ തന്നെ എന്തായാലും കുറ്റം പറയില്ല. അതിലൂടെ ഞാൻ കുറച്ച് സോസൊക്കെ എടുത്തു കേട്ടോ. ചില്ലി സോസ് എടുത്തു, സോറി. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. ഇത് മൊത്തത്തിൽ ഞാനല്ല കേട്ടോ കഴിച്ചു. നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ കൊച്ചു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോന്ന്. അല്ല, വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പിയാണ്, നമ്മൾ തൊടുമ്പോഴേ നല്ല ക്രിസ്പിയാണ്. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും കേട്ടോ. അത് ഈ കെച്ചപ്പിനോടെ കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ചായയും. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.